സിംഹാസനം വഹിക്കുന്നവരും അതിൻ്റെ ചുറ്റിലുള്ളവരും മലക്കുകൾ തങ്ങളുടെ രക്ഷിതാവിനെ സ്തുതിക്കുന്നതോടൊപ്പം കീർത്തനം നടത്തുകയും അവനിൽ വിശ്വസിക്കുകയും വിശ്വസിച്ചവർക്ക് വേണ്ടി ഇപ്രകാരം പാപമോചനം തേടുകയും ചെയ്യുന്നു. ഈ പ്രാർത്ഥന നമ്മൾ ശ്രദ്ധിക്കും. ഞങ്ങളുടെ രക്ഷിതാവേ, നിന്റെ കാരുണ്യവും അറിവും സകല വസ്തുക്കളെയും ഉൾക്കൊള്ളുന്നതാക്കിയിരിക്കുന്നു. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാണ്, നിന്റെ കാരുണ്യം അറിവും സകല വസ്തുക്കളെയും ഉൾക്കൊള്ളുന്നതാക്കിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ എല്ലാവരും സൃഷ്ടാവിനെ ആശ്രയിക്കുന്നുണ്ട്. അവരെല്ലാവരുടെ നിയന്ത്രണം സൃഷ്ടാവിന്റെ അടുത്താണ്. സൃഷ്ടാവിന്റെ കാരുണ്യാണ് നമ്മളെ ജീവനും ജീവിതവും നിലനിൽപ്പും എല്ലാം. അറിവും സകല വസ്തുക്കളെയും ഉൾക്കൊള്ളുന്നതാക്കിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ സൃഷ്ടാവ് എല്ലാത്തിനും വലയം ചെയ്യേണ്ട എല്ലാത്തിന്റെ അറിവും സൃഷ്ടാവിന്റെ കൈകളിലുണ്ട്, സൃഷ്ടാവിന്റെ അടുത്തുണ്ട്. അതിലുപരി എല്ലാ അറിവും ഒന്നിലേക്ക് തന്നെയാണ് എത്തിപ്പെടുന്നത്. ആകയാൽ പശ്ചാത്തപിക്കുകയും നിന്റെ മാർഗം പിന്തുടരുകയും ചെയ്യുന്നവർക്ക് നീ പുറത്തു കൊടുക്കണമേ. അവരെ നീ നരക ശിക്ഷയിൽ നിന്നും കാക്കുകയും ചെയ്യണമേ. അപ്പോൾ നിന്റെ മാർഗം പിന്തുടരുന്നവർക്ക് നീ പുറത്തു കൊടുക്കണമേ എന്ന് പറയുന്നുണ്ട്. യഥാർത്ഥ സത്യങ്ങൾ മനസ്സിലാക്കി നമ്മൾ സൃഷ്ടാവിനെ അംഗീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്തു പോയ എല്ലാ പാപങ്ങളും നീ അവർക്ക് പുറത്തു കൊടുക്കണേ എന്നാണ് മലക്കുകൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. അവരെ നീ നരക ശിക്ഷയിൽ നിന്ന് കാക്കുകയും ചെയ്യണമേന്ന്. നീ അവരെ രക്ഷിക്കണേ എന്ന് അള്ളാഹിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് മലക്കുകൾ നമുക്ക് വേണ്ടിയിട്ട്. ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നും സതൃപ്തരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാൻ. അവരിൽ നിന്ന് സതൃപ്തരായിട്ടുള്ളവരെ എന്ന് പറയുമ്പോൾ നമ്മളൊരു വീട്ടിലുള്ള ആളുകൾ തന്നെ അള്ളാഹിനോട് അത്രയും ഒരേപോലെ നമ്മൾ ഭക്തിയില് അല്ലെങ്കിൽ ഇഷ്ടത്തില് ആ ജീവിക്കുന്ന അല്ലെങ്കിൽ നന്മകളൊക്കെ ചെയ്യുന്ന ഒരു ഫാമിലി ആയിട്ടാണ് മുന്നോട്ട് പോകുന്നതെന്നുണ്ടെങ്കിൽ വലിയൊരു ഭാഗ്യമല്ലേ നമുക്ക് ലഭിക്കുന്നത്. നമ്മളെ മാതാപിതാക്കളാവട്ടെ, ഇപ്പൊ ഭാര്യ ഭർത്താവ് മക്കള് സഹോദരി സഹോദരന്മാര് ഇവരൊക്കെ ഒരുമിച്ച് ഇപ്പൊ നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നത് പോലെ തന്നെ നമ്മളെ അയൽവാസികളാവട്ടെ ഇപ്പൊ എല്ലാവരും ഒരുപോലെ നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടുന്ന ഒരുമിച്ച് ജീവിക്കുന്ന ഒരു സന്ദർഭം എത്ര രസകരമായിരിക്കും. അതാണ് മലക്കുകൾ അള്ളാഹിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. മനുഷ്യരെ നീ തെറ്റുകളിൽ നിന്ന് കാത്തു രക്ഷിക്കണേ എന്ന് മലക്കുകൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അള്ളാഹുവിന്റെ കരുണയാണ് നമ്മൾ തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ വിട്ടു നിൽക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. അത് തന്നെയാവുന്നു മഹാഭാഗ്യം. തീർച്ചയായും സത്യനിഷേധികളോട് ഇപ്രകാരം വിളിച്ചു പറയപ്പെടും, നിങ്ങൾ വിശ്വാസത്തിലേക്ക് ക്ഷണിക്കപ്പെടുകയും എന്നിട്ട് നിങ്ങൾ അവിശ്വസിക്കുകയും ചെയ്തിരുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിന് നിങ്ങളോടുള്ള അമർഷം നിങ്ങൾ തമ്മിലുള്ള അമർഷത്തെക്കാൾ വലുതാകുന്നു.